നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ CPIയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. CPMന്റെ കളങ്കിത ബന്ധങ്ങളിൽ നിന്ന് CPI പുറത്തു വരണമെന്നാണ് വീക്ഷണത്തിൻ്റെ ആഹ്വാനം. എന്നാൽ ക്ഷണം CPI തള്ളി. അരുവിക്കര തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുങ്ങുന്ന കപ്പലിൽ നിന്ന് CPI രക്ഷപ്പെടണമെന്ന് വീക്ഷണം ആവശ്യപ്പെടുന്നു. വാക്കുകളിൽ വിഷം ചീറ്റാത്തവരും ധാർഷ്ട്യമില്ലാത്തവരുമാണ് CPI നേതാക്കൾ. പഴയ കോൺഗ്രസ് മുന്നണി ഭരണത്തിന്റെ ഗൃഹാതുരത ഇന്നും CPIയുടെ മനസ്സിലുണ്ട്. ഇടതുമുന്നണി രൂപീകരിക്കുന്നതിൽ വലിയ ത്യാഗം സഹിച്ച CPI എല്ലും തോലുമായി. CPIM തടിച്ചുകൊഴുത്തു. RSP തിരിച്ചുവന്നെങ്കിൽ എന്തുകൊണ്ട് CPIക്ക് ആ മാതൃക സ്വീകരിച്ചുകൂടെന്നും വീക്ഷണം ചോദിക്കുന്നു. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം CPI തിരിച്ചറിയണമെന്ന് മുഖപ്രസംഗം പരാമർശിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം ഇനിയും CPI പോലുള്ള കക്ഷികൾ നിൽക്കുന്നത് ഗുണകരമാണോ എന്ന് അവരും ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഇപ്പോൾ അതൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമൊന്നുമല്ല. എന്നാൽ വീക്ഷണത്തിന്റെ ആവശ്യം CPI പുച്ഛിച്ചു തള്ളി. നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങൾ, ആ നയങ്ങളിൽ കോൺഗ്രസ് തുടങ്ങി വെച്ച നയങ്ങളാണ്. ഇതിന്റെ ദുരിതത്തിനെതിരായിട്ട് സമരം ചെയ്യുന്ന ജനവിഭാഗങ്ങളെ യോജിപ്പിക്കുന്ന സമീപനങ്ങളാണ് CPI സ്വീകരിച്ചിട്ടുള്ളത്. അതിന് ഘടകവിരുദ്ധമായ, അതിന് യോജിക്കാത്ത ഒരു കൂട്ടുകെട്ടിനും CPI പങ്കാളിയല്ല. മുഖപ്രസംഗം പരിഹാസ്യമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എഴുതുന്ന ചില മാധ്യമ പ്രതിഭകൾ ഈ വീക്ഷണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എന്നാൽ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം UDFന്റെ നിലപാടല്ലെന്നും മുന്നണി വിപുലീകരണം ഇപ്പോൾ UDFന്റെ പരിഗണനാ വിഷയമല്ലെന്നും PP തങ്കച്ചൻ അറിയിച്ചു. തൽക്കാലം മുന്നണി വിപുലീകരിക്കാൻ യാതൊരു ഉദ്ദേശമില്ല. വീക്ഷണത്തിന്റെ അഭിപ്രായം UDFന്റെ അഭിപ്രായമായിക്കൊള്ളൊന്നുമില്ലല്ലോ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPI നേതാവ് ശ്രീ C ദിവാകരൻ, കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴക്കൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ C ദിവാകരൻ, നേരത്തെ മുസ്ലിം ലീഗ് ഒരഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു, CPI മുന്നണി വിട്ടു വരാൻ പോകുന്നു എന്ന നിലയിൽ. ജോണി നെല്ലൂരും ഇത് തന്നെ ആവർത്തിച്ചു. ഇപ്പോഴിതാ കോൺഗ്രസ് മുഖപത്രം. അവർ പറയുന്നത് 69 മുതൽ 10 വർഷം കോൺഗ്രസുമായി ചേർന്ന് ഭരണം പങ്കിട്ട, മുന്നണിയിൽ പ്രവർത്തിച്ച അനുഭവത്തിൻ്റെ ഗ്രഹാതുരത്വം അതുള്ള CPI നേതാക്കൾ ഒരു പ്രതീക്ഷ വയ്ക്കുകയാണവർ. അങ്ങനെ ഒരു ഗ്രഹാതുരത്വം നിങ്ങൾക്കുണ്ടോ? CPIയുടെ രാഷ്ട്രീയ ചരിത്രം സുദീർഘമായ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമാണ്. അറിയാതെയാണ് വീക്ഷണം ഈ ലേഖനം എഴുതിയത്. ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും ജയിലിൽ കിടന്നവരാണ് CPIക്കാർ. നിരോധിക്കപ്പെട്ട പാർട്ടിയാണ്, വേട്ടയാടപ്പെട്ട പാർട്ടിയാണ്. ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി എല്ലാ കാലത്തും സുസ്ഥിരമായ ബന്ധമുണ്ടായിരുന്നൊരു പാർട്ടിയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തോറ്റുപോയി, സീറ്റ് ഒരെണ്ണമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകളിൽ ആ പാർട്ടിയുടെ പാർലമെൻറ്റിലോ അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട സഭയിലെ സീറ്റുകളുടെ വോട്ടിൻ്റെ എണ്ണമാണോ? അല്ല എന്ന് വിശ്വസിക്കുന്നൊരു പാർട്ടിയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവരെന്തുകൊണ്ട് BJPയെക്കുറിച്ച് മിണ്ടുന്നില്ല? 2 സീറ്റ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് 2 പാർലമെൻറ്റ് സീറ്റുമായിരുന്നവരാണ് BJP. ആ BJPയെ ഇന്ന് ഭരണാധികാരത്തിൽ എത്തിച്ച കോൺഗ്രസിൻ്റെ നയവൈകല്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ CPI ഒരു പെട്ടെന്നിങ്ങനെ വന്നു, അടുത്തുടനെ മന്ത്രിസഭയിൽ കയറും. അങ്ങനെ അധികാരത്തിൻ്റെ ശീതളഛായ അന്വേഷിച്ച് ഒരു കാലത്ത് CPI പോയിട്ടില്ല. ചില സാഹചര്യങ്ങളിൽ കോൺഗ്രസുമായിട്ട് ഈ പറയുന്നതൊക്കെ ശരിയാണ്, കോൺഗ്രസുമായിട്ട് യോജിച്ച ഒരു മുന്നണി ഉണ്ടായിരുന്നു. അത് അന്നത്തെ പരിപാടികളാണ്. പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണി ഉണ്ടായി. ശ്രീ C ദിവാകരൻ, 64-ലെ പിളർപ്പിന് മുമ്പ് CPI പിളർന്ന് CPM രൂപീകരിക്കുന്ന ആ സമയത്ത് CPI മുന്നോട്ട് വച്ച പല പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഹിന്ദു വർഗീയത വളർന്നു വരുന്നു. ഡാങ്കേത് ആ കാര്യം അന്ന് വ്യക്തമാക്കിയിരുന്നു. ഹിന്ദു വർഗീയത വളർന്നു വരുന്ന ഹിന്ദു വർഗീയതയെ തടയണമെങ്കിൽ മതേതര പാർട്ടികളും ഗ്രൂപ്പുകളും ഐക്യപ്പെടണം അതിനെതിരെ. അത് അന്ന് CPIയുടെ ഒരു മുന്നറിയിപ്പായിരുന്നു. അന്ന് CPM അതിനെ പുച്ഛിച്ചു തള്ളി. പക്ഷേ ഇപ്പോൾ ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ BJP അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ 2 സീറ്റിൽ നിന്ന് അവർ അധികാരത്തിലേക്ക് വളർന്നു. ഇവിടെ കേരളത്തിലും ഇപ്പോൾ അരുവിക്കരയിൽ വോട്ട് പോയിരിക്കുന്നു.
BJP-യിലേക്ക് കൂടുതൽ വോട്ടുകൾ വന്നിരിക്കുന്നു, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളും ചോർന്നിരിക്കുന്നു. ഈ സവിശേഷ സാഹചര്യത്തിലാണ് ബീഹാറിലെ കോൺഗ്രസുമായുള്ള സഖ്യം ചൂണ്ടിക്കാണിച്ച്, തെലങ്കാനയിലെ ബന്ധം ചൂണ്ടിക്കാണിച്ച്, നിങ്ങളുമായി പണ്ടുണ്ടായിരുന്ന നല്ല ഓർമ്മകൾ ചൂണ്ടിക്കാണിച്ച്, RSPയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് ഇടതുമുന്നണി ഒരു തകർച്ചയിലേക്ക് പോവുകയാണ്, അതിൽ നിന്ന് ചാടിക്കോളൂ എന്ന സന്ദേശം വീക്ഷണം നൽകുന്നത്. ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ആ വിലയിരുത്തലിന്, അത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഇതിന് ഈ കോൺഗ്രസ്സിന് ഇവിടെ എന്താ പ്രസക്തിയുള്ളത്? ഈ നിയമസഭയിൽ പോലും അവർ ഭരിക്കുന്നുണ്ടെങ്കിൽ അവർ മുന്നണിയിലാണ്. ഈ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടി ഇപ്പോഴും CPM ആണ്. അപ്പോൾ ഇടതുപക്ഷം തകർന്നു പോയി, പൊളിഞ്ഞു പോയി. ഇവിടെ ഒരു അരുവിക്കര 25 കൊല്ലമായിട്ട് കൈവശം വെച്ചിരുന്ന ഒരു സീറ്റിൽ ഒരാൾ മരിച്ചപ്പോൾ അതിൻ്റെ അനുകമ്പയെല്ലാം കൊണ്ട് തൽക്കാലം കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷമാണ് ഇത്തവണ കിട്ടിയത്. ഒരു വോട്ടും കൂടുതൽ കിട്ടിയില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. അത് വെച്ചിട്ട് ഇപ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ വലിയ സംഭവമാണ്, എല്ലാ പാർട്ടികളും ഓടിക്കൊള്ളണം, ഞങ്ങളുടെ കൂടെ നിന്നോളണം എന്ന് പറയാനുള്ള എന്ത് കാര്യം അവർക്കുള്ളൂ? അവരുടെ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിൻ്റെ ഗതി എന്താ? ഒരു പ്രതിപക്ഷ നേതാവുണ്ടോ ഇവർക്ക്? വ്യക്തമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, ഒന്ന്, CPI 69 മുതൽ 10 വർഷം കോൺഗ്രസിനോടൊപ്പം ഭരിച്ച ആ ദേശീയ സംസ്ഥാന രാഷ്ട്രീയമല്ല ഇന്നുള്ളത്. മറ്റൊന്ന്, CPIക്ക് ഒരു കേന്ദ്ര നേതൃത്വമുണ്ട്. അഖിലേന്ത്യാ തലത്തിലാണ് അത് ഏതെങ്കിലും പാർട്ടികളുമായി കൂട്ടുചേരണമോ അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് മാറണമോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അറിയാമല്ലോ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും കോൺഗ്രസിനൊപ്പം തുടർന്ന ശേഷം പിന്നീടാണ് CPI വിലയിരുത്തുന്ന അതിൻ്റെ ദേശീയ നേതൃത്വം ഇനി കോൺഗ്രസ് ബന്ധം വേണ്ട, ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക, ഇടതുപക്ഷ മുന്നണി ശക്തിപ്പെടുത്തുക. അതിൻ്റെ ഭാഗമായി അന്ന് മുതൽ ഇന്ന് വരെ ഇടതുമുന്നണിയുടെ ഭാഗമായി ദേശീയ തലത്തിലും കേരളത്തിലും തുടരുന്ന ഈ പാർട്ടിയെ നിങ്ങൾ എന്തിനു ക്ഷണിക്കുന്നു? നിങ്ങളുടെ പത്രം എന്തിന് അവരെ ആശിക്കുന്നു? അല്ല, ഞങ്ങൾ അങ്ങനെ ആശിച്ചതൊന്നുമല്ല. ഞങ്ങളുടെ വീക്ഷണം പത്രത്തിൽ ഒരു ലേഖനം വന്നു, പ്രസംഗം എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം വീക്ഷണത്തിന്റെ എല്ലാ അഭിപ്രായവും പാർട്ടിയുടെ അഭിപ്രായം, മുന്നണിയുടെ അഭിപ്രായമൊന്നുമല്ല. അവര് ആ പത്രത്തിന്റെ എന്നുള്ള നിലയിൽ അവരുടെ അഭിപ്രായം പങ്കുവച്ചു. കാരണം 69 മുതൽ 79 വരെ കേരളത്തിൽ മാതൃകാപരമായ ഒരു ഭരണം, ഒരു ഗവൺമെന്റ് ഉണ്ടായപ്പോൾ അന്ന് അതിന്റെ കൂട്ടത്തിൽ നിന്ന് അന്ന് ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തു. അന്ന് ചെറിയ താരതമ്യ ന്യൂനപക്ഷ പാർട്ടി കോൺഗ്രസിനേക്കാൾ കുറച്ച് മാത്രമാണ് MLA ഉണ്ടായിരുന്നതെങ്കിലും ശ്രീ അച്യുത മേനോനെ പോലെയുള്ള വളരെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി, വളരെ ഒരു ഉന്നതനായ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കി വെച്ചുകൊണ്ട് ഇവിടെ നടന്ന ഒരു ഭരണം മാതൃകാപരമായ ഒരു ഭരണമാണ് എന്ന് എല്ലാവരും വിലയിരുത്തുന്നു. അപ്പോ അതിനുള്ള സാഹചര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ അവർ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് ജനങ്ങളുടെ ഇടയിൽ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നു. അതിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നു. ജനങ്ങൾക്ക് വിശ്വാസമുള്ളൊരു നേതാവില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പോഴും 92 വയസ്സ് 93 വയസ്സായ ശ്രീ അച്യുതാനന്ദനെ മാത്രമാണ് ജനങ്ങളുടെ മുൻപിൽ ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയിൽ അവർക്ക് ഇപ്പോഴും അവതരിപ്പിക്കാൻ കഴിയുന്നത്. ഒരു വല്ലാത്ത പതനത്തിലാണ് അവര്. മാത്രമല്ല, അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒട്ടനവധി അഴിമതികളും പ്രശ്നങ്ങളുമായി കേരളത്തിന്റെ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയ ലാവ്ലിൻ മുതൽ നിരവധി ആരോപണങ്ങൾ നേരിട്ട ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലും, മാത്രമല്ല ഒരുപാട് അവിശുദ്ധ ബന്ധങ്ങൾ രാഷ്ട്രീയത്തിൽ പുലർത്തുന്നതിനെ തുടർന്ന് അവരുടെ വിശ്വാസത്തെയും അടിത്തറയും അവരുടെ നിലപാടുകളും തകർന്നു പോയിട്ടുള്ള പ്രസ്ഥാനമാണ്. ഞങ്ങൾ മാത്രം പറയുന്നതല്ല, അതിനകത്ത് ശ്രീ അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം തന്നെ അത്തരത്തിലുള്ള വലിയ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അതിന്റെ നേതൃത്വത്തെ കുറിച്ച്. അങ്ങനെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ താരതമ്യ മാന്യന്മാരാണ് എന്ന് തോന്നുന്ന CPIക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അവരതിനകത്ത് നിന്ന് അവരുടെ ജീവിതം പാഴാക്കേണ്ടതില്ല. ഇവിടെ ഒരു ജനാധിപത്യ പഴയതുപോലെ 69 ഒരു ജനാധിപത്യ ഐക്യനിര കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നത്. അത് ഇവിടെ UDF തീരുമാനിക്കുകയോ കോൺഗ്രസ് തീരുമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള കാര്യമല്ല. എങ്കിൽ കൂടിയും അതൊരു ചർച്ചയ്ക്ക് വേണ്ടി അവർ ഇട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കും. ശ്രീ ജോസഫ് വാഴക്കൻ, അത് ചർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ. KPA മജീദ് ആദ്യം ഇത് പറയുന്നു, അതിനുശേഷം നിങ്ങളുടെ UDF-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അത് ആവർത്തിക്കുന്നു. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയും പറയുന്നു CPIക്ക് സ്വാഗതം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്ന, ഇപ്പോഴും അതിൻ്റെ നയവും പരിപാടിയും അംഗീകരിക്കുന്ന
കോൺഗ്രസിനെ നിശ്ചിതമായി ഇന്നും ഇപ്പോൾ സി ദിവാകരൻ സംസാരിച്ചത് കേട്ടില്ലേ, വിമർശിക്കുന്ന ഒരു പാർട്ടിയിൽ നിങ്ങൾ തുടർച്ചയായി പ്രതീക്ഷ വച്ചു പുലർത്തുകയും അതല്ലെങ്കിൽ അവരെ നിരന്തരം ക്ഷണിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഞങ്ങൾ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞങ്ങൾക്ക് അവരില്ലാതെ ജയിക്കാനൊക്കെ പറ്റും കേരളത്തിൽ. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അവരില്ലാതെയല്ലേ ഞങ്ങൾ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരില്ലാതെയല്ലേ കഴിഞ്ഞ കുറെ കാലമായി ഈ 79-ന് ശേഷം പലതവണ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അവരില്ലാതെ തന്നെയല്ലേ. ഞങ്ങള് പുതിയൊരു ഒരു ജനാധിപത്യ മതേതര ഒരു ബദൽ എന്നുള്ള നിലയിൽ രാജ്യമെമ്പാടും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ കോൺഗ്രസ് ഏർപ്പെടുമ്പോൾ CPI അതിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഒന്നാം UPA ഇന്ത്യയിലെ ഇടതുപക്ഷ കക്ഷികളുള്ളപ്പോൾ അതിനകത്ത് പ്രധാന റോളിലായിരുന്നു CPI. ഒരുപക്ഷെ CPM-നേക്കാൾ കൂടുതൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആ ഗവൺമെന്റ് ഒരു 5 വർഷം ഭരിച്ചതാണ്. അവര് നമ്മുടെ ആണവ കരാറിന്റെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ പുറത്തു പോയിട്ടുള്ളത്. അതൊക്കെ വലിയ മണ്ടത്തരമായെന്നും വിഡ്ഢിത്തരമായി പോയി എന്നും ഇപ്പോൾ CPM വ്യക്തമാണ്. ദയവായി താങ്കൾ തുടരണം. ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി ടെലിഫോൺ ലൈനിൽ. ശ്രീ MA ബേബി, താങ്കൾ ഇന്ന് അടിയന്തരാവസ്ഥ ദിനാചരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നടത്തി. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 77-ന് സമാനമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നാണ്. എന്താണ് അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിച്ചത് വളരെ ലളിതമാണ്. രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്കെതിരായി ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ചിന്തിച്ച ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസ് മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ പൊതുവിൽ കേരളത്തിലെ UDF-നെതിരായിട്ടുള്ള ഒരു വികാരം നിലനിൽക്കുകയും UDF ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ദുർഗന്ധമലീമസമായ ഒരു പ്രതിച്ഛായ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചില പ്രത്യേക ഘടകങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അരുവിക്കര സീറ്റ് UDF ജയിക്കാൻ കഴിഞ്ഞു. അത് പൊതുവായ രാഷ്ട്രീയ അന്തരീക്ഷത്തിന് നിരക്കാത്ത ഒരു വിധിയായിരുന്നു, ഒരു ഫലമായിരുന്നു. അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീ MA ബേബി, അതായത് 77-ലെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് 69-ൽ CPI വിട്ടുപോയ ശേഷം ഏതാണ്ട് CPIM ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ അഖിലേന്ത്യാ ലീഗ് കൂടി ഒപ്പം നിന്ന് നടത്തിയ ഒരു ഫൈറ്റിൻ്റെ സമയമാണ്. 77-ലാണെങ്കിലും CPIയും കോൺഗ്രസും ചേർന്നാണ് മത്സരിച്ചത്. ഇന്നിപ്പോൾ വീക്ഷണം പറയുന്നതും അതാണ്. അതായത് നമുക്കൊരു 10 വർഷത്തെ നല്ല ബന്ധത്തിൻ്റെ അവസ്ഥയുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കിയത് CPI കോൺഗ്രസ് കൂട്ടുകെട്ടാണ്. അതിൽ നല്ല ഐക്യം ആ മുന്നണിയിലുണ്ടായിരുന്നു. ഇപ്പോൾ RSP വിട്ടുപോയിരിക്കുന്നു, ആ പാത സ്വീകരിക്കുക എന്ന ആഹ്വാനം നൽകുമ്പോൾ നിങ്ങൾ CPIM-ൻ്റെ നേതൃത്വത്തിൽ മുൻ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-ൽ നിന്ന് കക്ഷികളോ വ്യക്തികളോ LDF-ലേക്ക് വരും എന്ന് ആശിക്കുകയും ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് സംബന്ധിച്ച ചർച്ചകൾ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷത്തേക്ക് UDF-ൽ നിന്ന് ആൾ വരും അല്ലെങ്കിൽ പാർട്ടികൾ വരും എന്ന അന്തരീക്ഷം മാറിക്കഴിഞ്ഞിട്ട് CPM-ൻ്റെ മുഖ്യ സഖ്യശക്തിയെ കോൺഗ്രസ് ക്ഷണിക്കുകയാണ്. കോൺഗ്രസ് അവരോട് വരാൻ പറയുകയാണ്. അത് ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. അതിനൊരു അഖിലേന്ത്യാ പശ്ചാത്തലവുമുണ്ട്. BJP-ക്കെതിരായ മതേതര മുന്നണി. ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ ക്ഷണമെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? BJP-ക്കെതിരായിട്ടുള്ള ഒരു അഖിലേന്ത്യാ മുന്നണിയല്ല ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കടമ. വർഗീയത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര വലിയ വിപത്താണോ അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, കൃഷിക്കാർക്ക് ഏറ്റവും വലിയൊരു വിപത്താണ് ഒരേ സമയം കോൺഗ്രസും BJP-യും മത്സരിച്ച് പിന്തുടരുന്ന തീവ്ര മുതലാളിത്ത ചൂഷണ സാമ്പത്തിക നയങ്ങൾ. അത്തരം സാമ്പത്തിക നയങ്ങൾക്കെതിരായി ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളി സംഘടനകളും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റും മൻമോഹൻ സിംഗിനേക്കാളും തീവ്രമായി തൊഴിലാളി വിരുദ്ധവും കർഷക വിരുദ്ധവും ജനവിരുദ്ധവുമായ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്നു. അതിനായിട്ടുള്ള പോരാട്ടത്തിൽ ഈ സെപ്റ്റംബർ മാസം അഖിലേന്ത്യാ പണിമുടക്ക് നടത്താൻ പോവുക. അപ്പൊ ഇതെല്ലാമാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം.
വർഗീയത രാഷ്ട്രീയ രംഗത്ത് വലിയ വിപത്താണെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയെ പോലെ തന്നെ വിപത്താണ് ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾ. അതിൽ BJP-യെയും കോൺഗ്രസിനെയും എതിർത്തുകൊണ്ടുള്ള പോരാട്ടമാണ് തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് CPI-യുടെ അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ നേതൃത്വവും അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും പറഞ്ഞിട്ടുണ്ട്. RSP-യുടെ അഖിലേന്ത്യാ നേതൃത്വമേ പറയുന്നുള്ളൂ. സംസ്ഥാന നേതൃത്വം അവസരവാദപരമായി കോൺഗ്രസുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ ഏതെങ്കിലും സംസ്ഥാന ഘടകത്തെ അടർത്തിയെടുക്കാം എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ശ്രീ MA ബേബി, ഇപ്പോൾ മോദിക്കെതിരായ മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായി പല സംസ്ഥാനങ്ങളിലും ഒരു രാഷ്ട്രീയ ധ്രുവീകരണം നടക്കുന്നുണ്ടല്ലോ. ബീഹാറിൽ CPI ആ കാര്യത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു, തെലങ്കാനയിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. മാത്രമല്ല പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യവും വ്യത്യസ്തമാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസുമായി ചേർന്ന് പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കപ്പെടുമ്പോൾ, അതിലേക്ക് വരണമെന്ന ക്ഷണം വരുമ്പോൾ, ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് കോൺഗ്രസ് BJP-യെ മുഖ്യമായി ഉയർത്തിക്കാണിക്കുന്നു. ഇതൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യമല്ലേ? സമരങ്ങളുടെ കാര്യം താങ്കൾ പറഞ്ഞു, പക്ഷേ അതിനപ്പുറം പ്രായോഗിക തലത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ശാക്തിക ഐക്യം ഉറപ്പിക്കുന്നതിൽ ഇതിൽ ചില ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അത് മുതലെടുക്കാമെന്നതാണല്ലോ കേരളത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനെങ്ങനെ മറികടക്കും? ദേശീയ തലത്തിൽ കോൺഗ്രസിനും BJP-ക്കുമെതിരായി ഇടതുപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയാണ്, ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മയാണ് വളർന്നു വരേണ്ടതെന്ന് CPI-യുടെ അഖിലേന്ത്യാ നേതൃത്വവും CPIM-ന്റെ അഖിലേന്ത്യാ നേതൃത്വവും ഒരേ സ്വരത്തിൽ പറയുകയാണ്. ഇതിന് പുറമെ അഖിലേന്ത്യാ തലത്തിൽ ഫോർവേഡ് ബ്ലോക്ക്, RSP, CPI-ML ലിബറേഷൻ, SUCI കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ തുടങ്ങി 6 ഇടതുപക്ഷ പാർട്ടികൾ അഖിലേന്ത്യാ തലത്തിൽ പൊതുവിൽ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും പരസ്പരം കൂടിയാലോചിച്ച് പൊതു സമീപനമാണ് എടുത്തു പോകുന്നത്. CPIM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ സമീപനമാണ്. രാഷ്ട്രീയ കൂട്ടുകെട്ടുകളോ നീക്കുപോക്കുകളോ രൂപപ്പെടുത്തുമ്പോൾ പിന്തുടരുന്നത്. CPIM-നെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ യാതൊരു വ്യക്തത കുറവുമില്ല. ദയവായി തുടരുക. ഈ ഇടതുപക്ഷ ദയവായി തുടരുക. ശ്രീ C. ദിവാകരൻ, ഇന്നിപ്പോൾ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്ന CPM-ന് മൂല്യച്യുതി സംഭവിച്ചു എന്ന വിമർശനം, അതല്ലെങ്കിൽ അവരുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ച വന്ന് കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളിൽ നിന്ന് CPM പിന്നോട്ടു പോയി എന്ന വിമർശനം, ഇതെല്ലാം തന്നെ ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് ദേശാഭിമാനിയും ജനയുഗവും തമ്മിൽ നടന്ന, അതായത് ദക്ഷിണാമൂർത്തി ദേശാഭിമാനിയിൽ എഴുതിയത്, ജനയുഗത്തിൽ ബിനോയ് വിശ്വം എഴുതിയത്, ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് എന്ത് വിപ്ലവ മൂല്യമാണ് CPM-നുള്ളത്, അതാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് ബന്ധം, CPM-ന് കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് പറയാൻ അർഹതയുണ്ടോ? കേന്ദ്ര കമ്മിറ്റി അംഗത്തെ സ്പീക്കറാക്കിയില്ലേ? അതുപോലെ തന്നെ ആഗോളവൽക്കരണ വക്താവിനെ രാഷ്ട്രപതിയാക്കിയില്ലേ? അപ്പോൾ കോൺഗ്രസ് ബന്ധം, അതിലെ അവ്യക്തത, ഒന്നാം UPA പിന്തുണച്ചത്, BJP-ക്കെതിരെ നിങ്ങൾ ഒരിക്കലെടുത്ത നയനിലപാട്, അതിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അരുവിക്കര തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇതുവരെ നിങ്ങൾ വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ ക്ഷണിക്കുന്ന സവിശേഷ രാഷ്ട്രീയ സാഹചര്യം, അതിനെ വ്യക്തമായി മറികടക്കാൻ CPI-ക്ക് കഴിയുമോ? തീർച്ചയായിട്ടും CPI ഒരു ദേശീയ പാർട്ടിയാണ്. ഞങ്ങളൊരു അഖിലേന്ത്യാ നിലവാരത്തിൽ ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിലെടുത്ത രാഷ്ട്രീയ പ്രമേയമാണ് നടപ്പിലാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെച്ച് അതിനെ മടക്കി വെച്ചിട്ട് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ വീക്ഷണം പറയും പോലെ നയങ്ങൾ മാറ്റാം. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു നയമില്ലല്ലോ. അഖിലേന്ത്യാ നിലവാരത്തിൽ അവർക്ക് യാതൊരു നയവുമില്ല. ചില കാര്യങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിലുണ്ട്. ഇവർ ഇത്രയും വലിയ ഇന്ന് നിയമസഭയിൽ ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, BJP-യെ നേരിടുന്ന അവർ മാത്രമാണെന്നാണ്. ശുദ്ധ അടിസ്ഥാനരഹിതമായ ഒരു കാര്യമല്ലേ? ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ അധികാരം വിനിയോഗിച്ചാണ് തൊഗാഡിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത്, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പിൻവലിച്ചു.
അതുപോലെ തന്നെ MG കോളേജിൽ അതിവിടെ നമ്മൾ ദൈനംദിനം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം. ശ്രീ സി ദിവാകരൻ, ഇവിടെ നിങ്ങളുടെ പഴയ കോൺഗ്രസ് ബന്ധം അത് നിങ്ങൾക്ക് CPIക്ക് ഒരു ബാധ്യതയാകുന്നുണ്ടോ? ഒരു ഭാഗത്ത് കോൺഗ്രസ് ക്ഷണിക്കുന്നു, മറിച്ച് ചെറിയ ആശയസമരം വരുമ്പോൾ CPIM അടിയന്തരാവസ്ഥ നടപ്പാക്കിയതിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി നിങ്ങളെ വിമർശിക്കുന്നു. ആ 10 വർഷം അതിൻ്റെ ആ ഒരു മേന്മയെക്കുറിച്ച് കോൺഗ്രസ് പറയുമ്പോൾ അങ്ങനെ പോകില്ല എന്ന് പിണറായി വിജയനാണ് ചാടിക്കയറി പറയുന്നത്. CPI അങ്ങനെ പോകില്ല. പക്ഷേ അത് നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? നിങ്ങളെ ക്ഷണിക്കാൻ വീണ്ടും വീണ്ടും ക്ഷണിക്കുമ്പോൾ അതിന് ഒരു രാഷ്ട്രീയമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന 10 വർഷത്തെ ബന്ധമാണ്. തെറ്റുപറ്റിയോ നിങ്ങൾക്കന്ന്? അല്ല, 10 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇവരെന്താണ് VP സിംഗിൻ്റെ പ്രധാനമന്ത്രി ആ ഗവൺമെൻറ്റിനെ മറിച്ചിട്ടതാരാ? കോൺഗ്രസ് BJP കൂടി ചേർന്നല്ലേ? അദ്വാനിയുടെ രഥത്തെ അറസ്റ്റ് ചെയ്ത ഇന്ത്യയിലെ മഹാസംഭവമല്ലേ? വർഗീയതയ്ക്കെതിരായി, ഫാസിസത്തിനെതിരായി, മതന്യൂനപക്ഷത്തിന് വേണ്ടി ആ രഥത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗവൺമെൻറ് ഇന്ത്യയിലുണ്ടായി. അതൊരു മതേതരത്വ ഗവൺമെൻറ്റാണ്. അതിന് VP സിംഗ് നേതൃത്വം കൊടുത്തു. ആ VP സിംഗ് ഗവൺമെൻറ്റിൻ്റെ പിന്തുണ BJP പിൻവലിച്ച് തൊട്ടടുത്ത് തന്നെ കോൺഗ്രസ് പിൻവലിച്ച് VP സിംഗിൻ്റെ ഗവൺമെൻറ് പോയി. അതൊരു വലിയ മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കിയതിൻ്റെ ഒരു വലിയ രക്തസാക്ഷിയായി. ഇത് കാലാകാലങ്ങളിൽ കോൺഗ്രസ്സുകാരുടെ അവസരവാദപരമായ ഒരു സമയം. ഞങ്ങൾ ഈ 10 കൊല്ലത്തെ അനുഭവങ്ങളെല്ലാം MN ഗോവിന്ദൻ നായർ, TV തോമസ്, അച്യുതമേനൻ്റെ പേരെല്ലാം പറഞ്ഞ് CPIയെ ഇക്കിളിപ്പെടുത്തി. കാര്യം അത്ര ലോലമായിട്ടുള്ള മനസ്സുള്ളവരൊന്നല്ല ഞങ്ങൾ കടുകട്ടിയായ രാഷ്ട്രീയമാണ്. ഞങ്ങൾ തീരുമാനിച്ചാണ് PK വാസുദേവനെ രാജിവെപ്പിച്ചത്. പാർട്ടിയുടെ തീരുമാനമാണ്. മുഖ്യമന്ത്രി പദവി വേണ്ട. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി പദവി അധികാരങ്ങളെ വിട്ടൊഴിഞ്ഞിട്ട് ഒരു പുതിയ രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയത് CPI അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുണ്ട്? ആ പാർട്ടിയോടാണോ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഈ വീക്ഷണം? എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലും തൊലിയായെന്നാണ് CPI. ചേടാ, എല്ലും തൊലിയായ ഈ പാർട്ടി പിന്നെ നിങ്ങൾ എന്തിനാ മോഹിച്ച് നടക്കുന്നത്? ഇത് എല്ലും തൊലിയല്ലേ? എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അത് പിന്നെ PP തങ്കച്ചനും തള്ളി, വാഴയ്ക്കലും തള്ളിയുകൊണ്ട് ഈ എഡിറ്റോറിയലിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കടലാസിൻ്റെ വില പോലും അതിനില്ല. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ശ്രീ സി ദിവാകരൻ ചോദിക്കുന്നത് എല്ലും തൊലിയുമായ CPI എന്നാണ് വീക്ഷണം പറയുന്നത്. ആ എല്ലും തൊലിയുമായ CPIയെ നിങ്ങൾ എന്തിനു ക്ഷണിക്കുന്നു എന്നാണ്. മറ്റൊന്ന്, അരുവിക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചിത്രങ്ങളെല്ലാം മാറി. ഇനി നിങ്ങളിൽ നിന്ന് ആരും പോകാതെ നോക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ഒരു കളി കളിക്കുന്നു, CPIയെ കൂടി ക്ഷണിക്കുന്നു. അതിനപ്പുറം എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ ഇതിന്? സി ദിവാകരനും MA ബേബിയും എല്ലാം വളരെ കൃത്യമായി പറഞ്ഞു. ഇടതുപക്ഷ മുന്നണി, ഇടതുപക്ഷ ഐക്യം, അതിൻ്റെ രാഷ്ട്രീയം. ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രാഷ്ട്രീയമായിട്ട് UDF കോൺഗ്രസോ ഒന്നും ക്ഷണിച്ചിട്ടില്ല. നമ്മുടെ ഒരു പത്രം ഒരു മോഹപ്രസംഗം എഴുതി. അവരിങ്ങനെ പലപ്പോഴും പാർട്ടിയോട് അഭിപ്രായമല്ലാതെ അവരുടേതായ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുള്ളതാണ്. എങ്കിലും ആ ഒരു വിഷയം വന്നപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നമ്മൾ പങ്കെടുക്കുകയാണ്. അതിനകത്ത് വേണമെങ്കിൽ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം CPIയോട് ഇവിടെ ആർക്കും എതിരല്ല. കാരണം കുറച്ച് മാന്യന്മാരുടെ ഒരു പാർട്ടിയാണ് കമ്പയർഡ് വിത്ത് CPM എന്നുള്ള ഒരു നിലപാടാണ് കേരള രാഷ്ട്രീയത്തിൽ പൊതുവേ ഉള്ളത്. പിന്നെ ഇവര് ഈ സാമ്പത്തിക നയത്തെക്കുറിച്ചൊക്കെ പറയുന്നു. കോൺഗ്രസിന്റെ സാമ്പത്തിക നയത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ UPAയിൽ നിന്നിട്ടുള്ളത്. UPA 1 അവിടെ ആണവ കരാറിന്റെ ഒരു വിഷയത്തിൽ മാത്രമാണ് നിങ്ങൾ തെറ്റിപ്പോന്നിട്ടുള്ളത്. അത് തന്നെ തെറ്റായി പോയി എന്നിട്ട് യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്താ നിങ്ങൾ ഞങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു സാമ്പത്തിക നയമുള്ളത്? സാമ്പത്തികമായ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഉള്ള കാലഘട്ടത്തിനനുസരിച്ച് സാമ്പത്തിക നിലപാടുകളിലൊക്കെ പലപ്പോഴും രാജ്യം ഭരിച്ച പാർട്ടി എന്ന നിലയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. ഇവിടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഇവിടെ നമ്മുടെ BOT രാജ്യത്ത് BOT അടിസ്ഥാനത്തിൽ പുതിയ വികസനം നടക്കുന്നതിനെ അത് അവർ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ വ്യക്തമാണ്. ശ്രീ MA ബേബി, താങ്കൾ ഇന്ന് പ്രസംഗിച്ചു, വാക്കിലും പ്രവൃത്തിയിലുമല്ല ജീവിതം കൊണ്ട് ഇടതുപക്ഷം ജനങ്ങളുടെ ഹൃദയപക്ഷമാകണമെന്ന്. ഏതാണ്ട് അതിന് സമാനമായ ഉപദേശം തന്നെയാണ്. CPM അങ്ങനെ അല്ലെങ്കിൽ CPI അങ്ങനെയാണ് എന്നാണ് വീക്ഷണം പറയുന്നത്. എന്താണ് ആ രീതിയിൽ വാക്ക് ചില തെറ്റുപറ്റി തിരുത്തുക, അല്ലെങ്കിൽ പ്രവൃത്തി കുറച്ചുകൂടി സംഘടനയെ ശക്തിപ്പെടുത്തുക, അതിനൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ ഒരു ഹൃദയപക്ഷം എന്താണ്? അങ്ങനെ ഹൃദയപക്ഷമാകുന്നതിൽ തടസ്സമായി നിൽക്കുന്ന തിരുത്തപ്പെടേണ്ട ഘടകങ്ങൾ? ഇക്കാര്യം പാർട്ടിയുടെ പാലക്കാട് ചേർന്ന സംസ്ഥാന പ്ലീനം ചർച്ച ചെയ്തതും
എങ്ങനെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് തൊഴിലാളികളോടും കൃഷിക്കാരും ആദിവാസികളോടും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളോടും ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളെ പഠിപ്പിച്ച് സാമൂഹ്യ മാറ്റത്തിന്റെ പ്രസ്ഥാനമായിട്ട് വളർന്നു വരണം എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. ഇത്തരം കാഴ്ചപ്പാടുകൾ പാർട്ടി കാലാകാലങ്ങളിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നതിൽ പാർട്ടിക്ക് പൂർണ്ണമായിട്ടും വിജയം വരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടിക്ക് ചില വീഴ്ചകളോ തെറ്റുകുറ്റങ്ങളോ സംഭവിക്കാറുണ്ട് പാർട്ടിയുടെ ശരിയായ നിലപാടുകൾ നടപ്പാക്കുന്നതിൽ. അത് പരിശോധിച്ച് തിരുത്താനാണ് തെറ്റുതിരുത്തൽ പ്രക്രിയ എന്ന് പറഞ്ഞ് മറ്റു പാർട്ടികളിലൊന്നും ഇല്ലാത്ത ഒരു സമ്പ്രദായം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളത്. റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ നടത്തുന്ന ഒരു പ്രവർത്തനമാണിത്. ശ്രീ എം എ ബേബി, പ്ലീനത്തിന്റെ ആ തീരുമാനം അത് നടപ്പാക്കുന്നതിൽ വന്ന പിഴവ് കൂടിയാണോ UDF-നെതിരെ ഇത്രയും വികാരമുണ്ടായിട്ട് ഇത്രയും വലിയ അന്തരീക്ഷമുണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയാതെ പോയത്? അല്ല, ഈ തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് ഇപ്പോ പാലക്കാട് ചേർന്നൊരു പ്ലീനത്തിൽ മാത്രം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമല്ല. എവിടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോൾ മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ വിജയങ്ങൾ കൈവരിക്കുമ്പോഴും ആ വിജയത്തിന്റെ സന്ദർഭത്തിൽ പോലും ഞങ്ങൾക്ക് പോരായ്മകളോ വീഴ്ചകളോ ബലഹീനതകളോ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തിയാൽ അത് തിരുത്താൻ ശ്രമിക്കാം. വളരെ വ്യക്തമാണ്. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക, പ്ലീനത്തിന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുക. അതേസമയം ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ ഐക്യം അതിൽ വിള്ളലില്ല എന്ന് എം എ ബേബിയും സി ദിവാകരനും പറയുന്നു. അപ്പോഴും കോൺഗ്രസ് ഇടതുപക്ഷത്തെ ഒരിക്കൽ കൂടി ദുർബലമാക്കാനുള്ള ചർച്ച ആരംഭിക്കാൻ കഴിയുമോ എന്നതിന് ഒരു ചൂണ്ടയിട്ട് നോക്കുന്നു. വളരെ നന്ദി ശ്രീ എം എ ബേബി, ശ്രീ സി ദിവാകരൻ, ശ്രീ ജോസഫ് വാഴക്കൻ MLA ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.